ഹലോ ഫ്രണ്ട്സ്, ഇലക്ട്രോമാഗ്നറ്റിക്സിൻ്റെ പുതിയൊരു ലെക്ചറിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ലെക്ചറിൽ കണ്ട പോലെ തന്നെയുള്ള ഒരു പ്രോബ്ലമാണ് ഈ ലെക്ചറിൽ നമ്മൾ കാണുന്നത്. ഈ ഒരു സെയിം ക്വസ്റ്റ്യൻ നമ്മുടെ സിലബസിനകത്തുള്ളതുകൊണ്ടാണ് ഈ ഒരു ക്വസ്റ്റ്യൻ ഞാൻ സോൾവ് ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ എങ്ങനെയാണ്? എ സ്പെറിക്കൽ വോളിയം ചാർജ് ഡിസ്ട്രിബ്യൂഷൻ ഈസ് ഗിവൺ ബൈ, നമുക്ക് റോയുടെ വാല്യൂ തന്നിട്ടുണ്ട്. ഇവിടെ സ്പെറിക്കൽ വോളിയം ചാർജ് ഡിസ്ട്രിബ്യൂഷൻ ആയതുകൊണ്ട് റോയിന് 2 വാല്യൂസ് ഉണ്ട്. ഒന്ന് ഇൻസൈഡ് ദ സ്പിയർ, ദെൻ സെക്കൻഡ് വൺ ഇസ് ഔട്ട്സൈഡ് ദ സ്പിയർ. സോ നമ്മൾ കൺസിഡർ ചെയ്യുന്ന റെഫറൻസ് പോയിന്റ് ഇൻസൈഡും ഔട്ട്സൈഡും ആവുന്ന സമയത്ത് റോയുടെ വാല്യൂസ് ആണ് നമുക്കിവിടെ തന്നിട്ടുള്ളത്. ഇവിടെ നമ്മുടെ സ്പിയറിൻ്റെ റേഡിയസ് എന്ന് പറയുന്നത് സ്മോൾ എ ആണ്. ഓക്കെ, സോ നമ്മൾ കഴിഞ്ഞ ലെക്ചറിൽ കണ്ട പോലെ തന്നെ ഗോസ് ലോ യൂസ് ചെയ്തിട്ടാണ് നമ്മളിത് സോൾവ് ചെയ്യുന്നത്. ഗോസ് ലോ എന്താണെന്നുള്ളത് നമ്മൾ കണ്ടിട്ടുണ്ട്. ദാറ്റ് ഇസ് phi is equal to q enclosed എന്നായിരുന്നു നമ്മൾ കണ്ടത് അല്ലേ. വാട്ട് ഇസ് phi? The total electric flux through any closed surface, and q, it is a total charge enclosed by the surface. ഇതിൽ the total electric flux through any closed surfaceൻ്റെ എക്സ്പ്രഷൻ എന്തായിരുന്നു കണ്ടിരുന്നത്? സർഫസ് ഓവർ എസ് അല്ലേ, ക്ലോസ്ഡ് ഇൻ്റഗ്രൽ ഓവർ എസ് ഡി ഡോട്ട് ഡി എസ് ഈസ് ഈക്വൽ ടു ക്യൂവിൻ്റെ എക്സ്പ്രഷൻ എങ്ങനെയായിരുന്നു കണ്ടിരുന്നത്? ഇൻ്റഗ്രൽ ഓവർ വി റോ വി ഡി വി. സോ ഈ ഒരു എക്സ്പ്രഷൻ ആയിരുന്നു. കുറച്ച് വാല്യൂസും കൂടെ കഴിഞ്ഞ ലെക്ചറിൽ കണ്ടിരുന്നു. എന്തായിരുന്നു നമ്മളത് കണ്ടത്? ഇതിൻ്റെ കേസിൽ നമുക്കറിയാം ഡി എന്ന് പറയുന്നത് എന്തായിരുന്നു? ദാറ്റ് ഈസ് നത്തിങ് ബട്ട് എപ്സിലോൺ 0 ഇ. ഓക്കെ, അതുപോലെ തന്നെ ക്ലോസ്ഡ് സർഫസ് ഡി എസ് എന്ന് പറയുന്നത് നമ്മുടെ ഗോഷ്യൻ സർഫസിൻ്റെ സർഫസ് ഏരിയ. സോ ക്ലോസ്ഡ് സർഫസ് എന്ന് പറയുന്നത് ആ സർഫസ് ഏരിയ നമ്മൾ കണ്ടുപിടിക്കണം. സോ ഒരു സ്പെറിക്കൽ വോളിയം ചാർജ് ഡിസ്ട്രിബ്യൂഷൻ ആണെങ്കിൽ നമ്മൾ പറഞ്ഞു ദർ ആർ 2 ഗോഷ്യൻ സർഫസ് പോസിബിലിറ്റീസ്, ഒന്ന് ഇൻസൈഡും ഔട്ട്സൈഡും. സോ അതൊരു സ്പെറിക്കൽ സർഫസ് ആണ്. സോ സ്പെറിക്കൽ സർഫസിൻ്റെ ടോട്ടൽ ഏരിയ എന്ന് പറയുന്നത് എന്തായിരിക്കും? ദാറ്റ് ഇസ് 4πr². സോ ക്ലോസ്ഡ് സർഫസ് ഡി എസിനെ നമുക്ക് 4πr² എന്ന് കൊടുക്കാം. അതുപോലെ തന്നെ ദർ ഇസ് ഇൻ്റഗ്രൽ വി ഡി വി എന്ന് പറഞ്ഞിട്ടുള്ള ടേം ഉണ്ട്. ഇൻ്റഗ്രൽ വി ഡി വി. സോ ഇവിടെ സ്പെറിക്കൽ കോർഡിനേറ്റ് സിസ്റ്റം ആയതുകൊണ്ട് തന്നെ അതിൻ്റെ ഡി വി ആണ് നമ്മൾ കാണുന്നത്. സോ സ്പെറിക്കൽ കോർഡിനേറ്റ് സിസ്റ്റത്തിൻ്റെ ഡി വിയുടെ എക്സ്പ്രഷൻ എന്താണെന്നുള്ളത് നമ്മൾ ഓൾറെഡി കണ്ടിട്ടുള്ളതാണ് കോർഡിനേറ്റ് സിസ്റ്റം പഠിച്ചപ്പം. സോ അതെന്ന് പറയുന്നത് എന്താണ്? ഡി വി ആണെങ്കിൽ ദർ വിൽ ബി 3 പാരാമീറ്റേഴ്സ് ഇല്ലേ. സോ ആർ, തീറ്റ ആൻഡ് ഫൈ. സോ അതിൻ്റെ മൂന്നിൻ്റെയും ഇൻ്റഗ്രേഷൻ നമ്മളവിടെ യൂസ് ചെയ്യണം. സോ ഇൻ്റഗ്രൽ ആർ ഉണ്ടാവും, ഇൻ്റഗ്രൽ തീറ്റ ഉണ്ടാവും, ദെൻ ഇൻ്റഗ്രൽ ഫൈ ഉണ്ടാവും. ഓക്കെ, പിന്നെ നമ്മൾ എന്തായിരുന്നു കണ്ടിരുന്നത്? ദാറ്റ് ഈസ് r² സൈൻ തീറ്റ ഉണ്ടായിരുന്നു. ദെൻ ഈ 3 ഇൻ്റഗ്രേഷൻ്റെ ടേമുകളായിട്ടുള്ള ഡി ഫൈ ഉണ്ടാവും, ഡി തീറ്റ ഉണ്ടാവും, ഡി ആർ ഉണ്ടാവും. ഓക്കെ, സോ ഇതാണ് നമ്മുടെ ഇൻ്റഗ്രേഷൻ ഓവർ വി ഡി വി എന്ന് പറയുന്നത്. ഇവിടെയുള്ള റോ വിയുടെ വാല്യൂ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നെ തന്നിട്ടുണ്ട്. ഓക്കെ, സോ ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്? നമ്മുടെ ഇക്വേഷനിൽ അപ്ലൈ ചെയ്യാൻ പോവാണ്. സോ ഇവിടുത്തെ കേസിൽ നമുക്കറിയാം 2 കണ്ടീഷനാണ്, ഒന്ന് ഇൻസൈഡും സെക്കൻഡ് ഔട്ട്സൈഡും. സോ നമുക്ക് ഇതിൻ്റെ ഫസ്റ്റ് ഇൻസൈഡിൻ്റെ കണ്ടീഷൻ നമുക്ക് എടുത്ത് നോക്കാം. ഇവിടെ ഇൻസൈഡിൻ്റെ കണ്ടീഷൻ എന്താണ്? ആക്ച്വലി ദാറ്റ് ഇസ് ആർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എ എന്ന് പറയുന്ന കണ്ടീഷനാണ്. സോ ഇൻസൈഡിൻ്റെ കേസിൽ നമുക്ക് എക്സ്പ്രഷൻ എന്താണ് കിട്ടുക എന്നുള്ളത് നോക്കാം. സോ ഈ ഇക്വേഷനകത്ത് നമുക്കറിയാം ഇൻ്റഗ്രൽ ഓവർ എസ് ഡി എസ് എന്ന് പറയുന്നത് 4πr² ആണ്, ഡി എന്ന് പറയുന്നത് എപ്സിലോൺ ഇ ആണ്. സോ നമുക്ക് ഇവിടെ LHS എന്ത് എഴുതാം? എപ്സിലോൺ 0 ഇ 4πr² എന്ന് എഴുതാം, വിച്ച് ഇസ് ഈക്വൽ ടു. സോ ഇതിൻ്റെ റൈറ്റ് സൈഡിൽ ഇൻ്റഗ്രൽ വി ആണ്. സോ ഈ എക്സ്പാൻഷൻ നമുക്ക് വേണം. സോ എന്ത് വരും? ഇൻ്റഗ്രൽ ആർ, ഇൻ്റഗ്രൽ തീറ്റ, ഇൻ്റഗ്രൽ ഫൈ. ഓക്കെ, സോ ഇതിനകത്ത് ആറിൻ്റെ റേഞ്ച് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് 0 to r ആണ്, നമ്മളുടെ ഗോഷ്യൻ സർഫസിൻ്റെ റേഡിയസ്. ദെൻ തീറ്റ എന്ന് പറയുന്നത് എന്തായിരിക്കും? ദാറ്റ് ഈസ് 0 to π ആണ്. അതുപോലെ ഫൈ എന്ന് പറയുന്നത് എന്താണ്? ദാറ്റ് ഈസ് 0 to 2π ആണ്. ഓക്കെ, ദെൻ റോ വി ആണ് വരുന്നത്. റോ വി എന്ന് പറയുന്നത് ഫസ്റ്റ് കേസിൽ എന്താണ്? ദിസ്. ഓക്കെ, സോ റോ നോട്ട് ഇൻറ്റു 1 - r² ഡിവൈഡഡ് ബൈ a². ഓക്കെ, ദെൻ നമുക്ക് വരുന്നത് എന്താണ്? r² സൈൻ തീറ്റ, ദെൻ ഡി ഫൈ, ഡി തീറ്റ ആൻഡ് ഡി ആർ. സോ ഇതാണ് നമ്മൾ സോൾവ് ചെയ്യേണ്ടത്. സോ നമ്മൾ കഴിഞ്ഞ ലെക്ചറിൽ കണ്ടിരുന്നു ഈ ആദ്യത്തെ 2 ഇൻ്റഗ്രേഷൻ എന്ന് പറയുന്നത് അതിൻ്റെ ആൻസർ നമുക്ക് 4πr² ആണ് കിട്ടുക. എങ്ങനെയായിരുന്നു കിട്ടിയിരുന്നത്? ദാറ്റ് ഈസ് ഇൻ്റഗ്രൽ ഫൈ നമുക്ക് ആദ്യം ചെയ്യാം. ഫൈ ഈസ് ഈക്വൽ ടു 0 to 2π ആണ് വരുന്നത്. അതിൽ നമുക്ക് എന്താണ്? ഇതിനകത്ത് ഫൈയുടെ ടേം ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഇറ്റ് വിൽ ബി ജസ്റ്റ് ഡി ഫൈ ആയിരിക്കും. സോ ഇതിൻ്റെ ആൻസർ നമുക്ക് എന്താ വരിക? ദാറ്റ് ഈസ് ഫൈ ആണ്. സോ അതിൻ്റെ ലിമിറ്റ് എന്ന് പറയുന്നത് 0 to
2π ആണ്. സോ ഇത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന വാല്യൂ എന്താണ്? 2π ആണ് നമുക്ക് കിട്ടുക. സിമിലർലി സെക്കൻഡ് ഇൻറ്റഗ്രേഷൻ ആണെങ്കിൽ സെക്കൻഡ് ഇൻറ്റഗ്രേഷൻ ഫോർ തീറ്റ 0 to π ആണ് നമുക്ക് വരുന്നത്. ആൻഡ് അതിൽ നമുക്ക് തീറ്റയുടെ ടേം സൈൻ തീറ്റ എന്ന് പറയുന്ന ടേമാണ് വരുന്നത് അല്ലേ. സോ സൈൻ തീറ്റ ഡി തീറ്റയാണ് വരിക. അതിൻ്റെ സൊല്യൂഷൻ എന്താ വരിക? മൈനസ് കോസ് തീറ്റയാണ് വിത്ത് ലിമിറ്റ് 0 to π. സോ ഈ ലിമിറ്റ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഇസ് ഈക്വൽ ടു മൈനസ് കോസ് പൈ ദെൻ പ്ലസ് കോസ് 0 വരും അല്ലേ. ദിസ് ഇസ് നത്തിങ് ബട്ട് 1 + 1 വിച്ച് ഇസ് ഈക്വൽ ടു 2. ഓക്കെ, സോ ഇവിടെ 2 ഉണ്ട് ഇൻറ്റു 2π വരുന്നുണ്ട്. സോ നമുക്ക് ടോട്ടൽ 4π ആണ് വരിക. സോ ദിസ് ഇസ് ഈക്വൽ ടു നമുക്ക് എങ്ങനെ എഴുതാം? ഈ രണ്ട് ഇൻറ്റഗ്രേഷൻ കഴിഞ്ഞു. സോ r ഇസ് ഈക്വൽ ടു 0 to r എന്നുള്ള കണ്ടീഷനാണ് നമുക്ക് വരുന്നത്. ദെൻ ബാക്കി വരുന്നത് എന്താണ്? റോ നോട്ട് 1 മൈനസ് ആർ സ്ക്വയർ ഡിവൈഡഡ് ബൈ എ സ്ക്വയർ. ദെൻ ബാക്കിയുള്ള ടേംസ് എന്താണ്? ഇവിടെ ഓൾറെഡി ഒരു ആർ സ്ക്വയർ ഉണ്ട്. സോ വി ആർ ഗെറ്റിംഗ് 4π ആർ സ്ക്വയർ. ഇവിടുന്ന് കിട്ടുന്ന 4πയും ഈ ആർ സ്ക്വയറുമാണ് വരുന്നത്. ഇനി ഈ ഇൻ്റഗ്രേഷനൊക്കെ കഴിഞ്ഞു. ഇനിയുള്ള എന്താണ്? ഡി ആറ് മാത്രമാണ് ബാലൻസ് ഉള്ളത്. ഓക്കെ, വിച്ച് ഇസ് ഈക്വൽ ടു നമുക്ക് ഇതിനകത്തുനിന്ന് കോൺസ്റ്റൻസ് ഒക്കെ പുറത്തെടുക്കാം. സോ 4π നമുക്ക് കോൺസ്റ്റൻ്റ് ആണ്. അതുപോലെ റോ നോട്ട് നമുക്ക് കോൺസ്റ്റൻ്റ് ആണ്. ബാക്കിയുള്ളൊക്കെ ആർ ഉണ്ട്. സോ ഇൻ്റഗ്രൽ ആർ പിന്നെന്താ വരിക? ആർ സ്ക്വയർ ഇൻറ്റു 1 മൈനസ് ആർ സ്ക്വയർ ബൈ എ സ്ക്വയർ ആണ് നമുക്ക് കിട്ടുന്നത് ഇൻറ്റു ഡി ആർ. ഓക്കെ, ഇനി നമുക്ക് ഫർദർ ഇതിനെ റെഡ്യൂസ് ചെയ്യണം. സോ അത് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ദിസ് ഇസ് ഈക്വൽ ടു ഇനി നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ രണ്ട് പാർട്ടായിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യാം. സോ 4π റോ നോട്ട് ഫസ്റ്റ് ഇൻ്റഗ്രൽ എന്ന് പറയുന്നത് എന്താ വരിക? ഈ ആറിനെ ഞാൻ അകത്തേക്ക് എടുക്കുകയാണ്. സോ ആർ സ്ക്വയർ കിട്ടുന്നു ഡി ആർ. ദെൻ മൈനസ് അടുത്ത ഇൻ്റഗ്രൽ ദറ്റ് ഇസ് ആർ സ്ക്വയർ ഉണ്ട്. ഇവിടെ ഓൾറെഡി ആർ സ്ക്വയർ ഉണ്ട്. സോ r⁴ ഡിവൈഡഡ് ബൈ എ സ്ക്വയർ ഡി ആർ. ഇതാണ് നമുക്ക് കിട്ടുന്നത്. സോ 4π റോ നോട്ട് നമുക്ക് എന്ത് വരും? ഇവിടെ ലിമിറ്റ് എന്ന് പറയുന്നത് 6 ആയതുകൊണ്ട് തന്നെ നമുക്ക് ഡയറക്റ്റ് അപ്ലൈ ചെയ്യാം. സോ ആർ സ്ക്വയറിൻ്റെ ഇൻ്റഗ്രേഷൻ എന്ന് പറയുന്നത് r³ ഡിവൈഡഡ് ബൈ 3 ആണ് വരിക. ദെൻ മൈനസ് ഇവിടെ നമുക്ക് r⁵ ഡിവൈഡഡ് ബൈ 5 ആണ് വരിക. ദെൻ എ സ്ക്വയർ വരും. ഇതിൻ്റെ LHSൽ നമ്മൾ എന്തായിരുന്നു കണ്ടിരുന്നത്? ദാറ്റ് ഈസ് ε0 e 4π ആർ സ്ക്വയർ എന്നുള്ള ഫോമിലായിരുന്നു കണ്ടിരുന്നത് അല്ലേ. ഇതിൽ ഈ 4πയും ഈ 4πയും നമുക്ക് ക്യാൻസൽ ചെയ്യാം. അതുപോലെ ഇവിടുന്ന് ആർ സ്ക്വയർ നമുക്ക് ക്യാൻസൽ ചെയ്യുമ്പം ഇവിടെ നമുക്ക് എന്ത് മാറും? ആറായി മാറും. ഇവിടെ നമുക്ക് r³ ആയിട്ട് മാറും ഇല്ലേ. സോ നമ്മുടെ ഇക്വേഷൻ എങ്ങനെ മാറും? വിച്ച് ഇസ് ഈക്വൽ ടു നമുക്ക് ഇ ഈസ് ഈക്വൽ ടു ആണ് കാണേണ്ടത്. അതുകൊണ്ട് ഈ ടേംസ് ഒക്കെ നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുവരാം. സോ ഇ ഈസ് ഈക്വൽ ടു റോ നോട്ട് ഇവിടെ ഉണ്ട്, ε0 താഴെ വരും ഇൻറ്റു നമുക്ക് എന്താ വരുന്നത്? r³ പോയിട്ട് ഒരു 6 വരുന്നുണ്ട് ഡിവൈഡഡ് ബൈ 3 മൈനസ് ഇവിടെ നമുക്ക് r³ വരുന്നുണ്ട്. സോ r³ ഡിവൈഡഡ് ബൈ 5 എ സ്ക്വയർ. ഓക്കെ, സോ ഇതാണ് നമുക്ക് കിട്ടുന്ന ആൻസർ. ഇതിനെ വേണമെങ്കിൽ ഫർദർ ഒന്നുകൂടെ നമുക്ക് റിഡ്യൂസ് ചെയ്യാം. ദാറ്റ് ഈസ് റോ നോട്ട് ഡിവൈഡഡ് ബൈ ε0. ദെൻ ഇവിടെ നമുക്ക് ഡിനോമിനേറ്ററിൽ എന്ത് എഴുതാം? 15 എ സ്ക്വയർ എന്ന് എഴുതാം. ന്യൂമറേറ്ററിൽ എന്ത് വരും? നമുക്ക് 5 എ സ്ക്വയർ ആർ മൈനസ് 3r³ വരും. ഓക്കെ, ദിസ് ഈസ് ദ എക്സ്പ്രഷൻ ഫോർ ഇ ഫോർ ഇൻസൈഡ് ദ സ്പിയർ. സോ ഇതെന്ന് പറയുന്നത് എന്താണ്? r ഇസ് ലെസ് ദാൻ എ എന്ന് പറയുന്ന കണ്ടീഷനാണ്. സോ ഇതിൽ നമുക്ക് വേറൊരു കണ്ടീഷനും കൂടെ നോക്കാം. ദാറ്റ് ഈസ് r ഇസ് ഈക്വൽ ടു എ എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ. ദാറ്റ് ഈസ് ഇ ഇസ് ഈക്വൽ ടു ഇവിടെ r ഉള്ളിടത്തൊക്കെ നമുക്ക് എ ആയിട്ട് കൺസിഡർ ചെയ്യാം. സോ റോ നോട്ട് ഡിവൈഡഡ് ബൈ ε0. ഇവിടെ 5 എ സ്ക്വയർ ആർ ആണ്. അത് നമുക്ക് എങ്ങനെ ആയിട്ട് മാറും? 5a³ ആയിട്ട് മാറും. മൈനസ് ഇവിടെ 3r³ ആണ്. അതെങ്ങനെ മാറും? 3a³ ആയിട്ട് മാറും ഡിവൈഡഡ് ബൈ 15 എ സ്ക്വയർ ആണ് എടുക്കുന്നത്. ഇതിൽ നിന്ന് നമുക്ക് ഈ എ സ്ക്വയർ വെച്ചിട്ട് ഇതിനെ ക്യാൻസൽ ചെയ്യാം. അതുപോലെ ഇതും ക്യാൻസൽ ചെയ്യാം. സോ നമുക്ക് ആൻസർ എന്ത് കിട്ടും? ഇ ഈസ് ഈക്വൽ ടു റോ നോട്ട് ഡിവൈഡഡ് ബൈ ε0 ഇൻറ്റു സോ ഇവിടെ 5a മൈനസ് 3a ആണ് വരിക. ദാറ്റ് ഇസ് 2a വരും. സോ 2a ഡിവൈഡഡ് ബൈ 15 ആണ് നമുക്ക് കിട്ടുന്നത്. സോ ഫൈനലായിട്ട് നമുക്ക് എന്ത് എഴുതാം? ഇ ഈസ് ഈക്വൽ ടു നമുക്കിവിടെ 2a റോ നോട്ട് ഡിവൈഡഡ് ബൈ
15 epsilon 0 എന്ന് നമുക്ക് എഴുതാം. ദിസ് ഈസ് ഫോർ r is equal to a, ദിസ് ഈസ് ഫോർ r less than a. ഓക്കെ, സോ ഇൻസൈഡിൻ്റെ കണ്ടീഷനിൽ എനിക്ക് കിട്ടുന്ന വാല്യൂ ആണ് ദിസ് വൺ. ഇനി നമുക്ക് സെക്കൻഡ് കണ്ടീഷൻ നോക്കാം. ദ സെക്കൻഡ് കണ്ടീഷൻ എന്തായിരുന്നു? ദറ്റ് ഈസ് ഔട്ട്സൈഡ് ദ സ്പിയർ. ഔട്ട്സൈഡ് ദ സ്പിയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ r ഈസ് ഗ്രേറ്റർ ദാൻ a എന്ന് പറയുന്ന കണ്ടീഷനാണ്. ഇതിനും നമ്മൾ ഇയുടെ വാല്യൂ കാണേണ്ട ആവശ്യമുണ്ട്. സോ നമുക്ക് ഡയറക്റ്റ് നേരത്തെ ചെയ്തതിനകത്ത് തന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കാണാവുന്നതേ ഉള്ളൂ. സോ ഇതിൻ്റെ LHS എന്ന് പറയുന്നത് എന്തായിരിക്കും നമുക്ക് വരിക? ദാറ്റ് ഈസ് എപ്സിലോൺ 0 e 4 r സ്ക്വയർ തന്നെയാണ് വരിക, വിച്ച് ഇസ് ഈക്വൽ ടു, നമുക്ക് ഔട്ട്സൈഡിൻ്റെ കേസിൽ രണ്ട് ചാർജസ് ആണ് വരിക. ഒന്നെന്ന് പറയുന്നത് ഒറിജിനിൽ നിന്ന് എ വരെയുള്ള, ദാറ്റ് ഈസ് നമ്മുടെ സ്പിയറിൻ്റെ റേഡിയസ് വരെയുള്ള ഒരു വാല്യൂവും ദെൻ ഗോഷ്യൻ സർഫസിൻ്റെ റേഡിയസ് വരെയുള്ള വാല്യൂവും. ഓക്കെ, സോ നമുക്ക് വരുന്നതെന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? ഫസ്റ്റ് എന്ന് പറയുന്നത് ആറിൻ്റെ വാല്യൂ വിൽ ബി 0 to a എന്ന് പറയുന്ന കണ്ടീഷൻ. അതിന് നമുക്ക് ഓൾറെഡി റോയുടെ വാല്യൂ ഉണ്ട്. ആ റോയുടെ വാല്യൂ തന്നിട്ടുള്ളത് ഇങ്ങനെയാണ്: റോ 0 1 മൈനസ് r സ്ക്വയർ ഡിവൈഡഡ് ബൈ a സ്ക്വയർ തന്നെയാണ് തന്നിട്ടുള്ളത്. അല്ലെങ്കിൽ നമുക്കറിയാം നേരത്തെ കണ്ട പോലെ തന്നെ ബാക്കി രണ്ട് ഇൻ്റഗ്രേഷൻ്റെ ഒരു 4 r സ്ക്വയർ അവിടെ ഉണ്ടാവും ഇൻറ്റു dr1. ഇത് മാത്രമല്ല വരുന്നത്, ഇനി നമുക്ക് എന്താണ് സെക്കൻഡ് ഇൻ്റഗ്രേഷൻ എന്ന് പറയുന്നത്? ഫ്രം a ടു ദ ഗോഷ്യൻ സർഫസ് അല്ലേ? ആ ഒരു റേഞ്ചും കൂടെ നമ്മൾ കൺസിഡർ ചെയ്യണം. അവിടെ നമുക്ക് റോയുടെ വാല്യൂ എന്ന് പറഞ്ഞ ക്വസ്റ്റിനിൽ തന്നിട്ടുള്ളത് 0 ആണ്. ഓക്കെ, 0 4 r സ്ക്വയർ dr എന്നുള്ള കണ്ടീഷനാണ്. സോ ഈ വാല്യൂ എന്ന് പറയുന്നത് നമുക്ക് 0 ആയി പോകും. ഓക്കെ, സോ ഇത് വെച്ചിട്ട് നമുക്ക് സോൾവ് ചെയ്യുകയാണെങ്കിൽ വിച്ച് ഇസ് ഈക്വൽ ടു, ഇതിൽ നമുക്കറിയാം കോൺസ്റ്റൻ്റ് എന്ന് പറയുന്നത് 4 റോ നോട്ട് ഉണ്ട്, ദെൻ 0 to a ആണ് നമുക്ക് വരിക, ദെൻ r സ്ക്വയർ ഇൻറ്റു 1 മൈനസ് r സ്ക്വയർ ഡിവൈഡഡ് ബൈ a സ്ക്വയർ ഇൻറ്റു dr. ഓക്കെ, സോ ഇതാണ് നമുക്ക് സോൾവ് ചെയ്യേണ്ടത്. ഇതിനെ നമുക്ക് നേരത്തെ ചെയ്ത പോലെ ചെയ്യാവുന്നതേ ഉള്ളൂ. ദാറ്റ് ഈസ് 4 റോ നോട്ട്. ഇതിനെ ഡയറക്റ്റ് ഇൻ്റഗ്രേറ്റ് ചെയ്യാം. സോ ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് r സ്ക്വയർ ആണ്. r സ്ക്വയറിൻ്റെ ഇൻ്റഗ്രേഷൻ എന്ന് പറയുന്നത് r ക്യൂബ് ഡിവൈഡഡ് ബൈ 3 വരും, ദെൻ മൈനസ് ഈ r റേസ് ടു 4 ആണ് വരുന്നത്. അതിൻ്റെ ഇൻ്റഗ്രേഷൻ ചെയ്യുമ്പോൾ r റേസ് ടു 5 ഡിവൈഡഡ് ബൈ 5, ദെൻ a സ്ക്വയർ. ഇതിൻ്റെ ലിമിറ്റ് എന്ന് പറയുന്നത് 0 to a ആണ്. ഓക്കെ, സോ നമുക്ക് എന്ത് വരും? വിച്ച് ഇസ് ഈക്വൽ ടു 4 റോ നോട്ട്, ദെൻ a അപ്ലൈ ചെയ്യുന്ന സമയത്ത് a ക്യൂബ് ഡിവൈഡഡ് ബൈ 3 മൈനസ് a റേസ് ടു 5 ഡിവൈഡഡ് ബൈ 5a സ്ക്വയർ ആണ് വരുന്നത്. സോ ഇതിനകത്ത് നിന്ന് ഈ a സ്ക്വയറും ഇതും ക്യാൻസൽ ചെയ്തിട്ട് നമുക്ക് എന്ത് കിട്ടും? a ക്യൂബ് വരും. ഓക്കെ, നൗ നമുക്കിതിനെ കോമൺ ഫാക്ടറായിട്ട് എടുക്കാം, വിച്ച് ഇസ് ഈക്വൽ ടു 4 റോ നോട്ട്. ഡിനോമിനേറ്ററിൽ എന്ത് വരും? 15 വരും, ദെൻ ന്യൂമറേറ്ററിൽ നമുക്ക് 5a ക്യൂബ് മൈനസ് 3a ക്യൂബാണ് നമുക്ക് വരിക. സോ ഇതിനെ ഫർദർ സോൾവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് വരും? വിച്ച് ഇസ് ഈക്വൽ ടു 4 റോ നോട്ട് 5a ക്യൂബ് മൈനസ് 3a ക്യൂബ് എന്ന് പറയുമ്പം 2a ക്യൂബ് ആണ് വരിക. സോ 2a ക്യൂബ് ഡിവൈഡഡ് ബൈ 15 ആണ് വരിക. സോ ഇതിൻ്റെ LHSൽ നമുക്ക് എന്താണ് കിട്ടിയിട്ടുള്ളത്? ഇവിടെ എപ്സിലോൺ 0 e 4 r സ്ക്വയർ ആണ്. സോ അത് വെച്ചിട്ടുണ്ടെങ്കിൽ എപ്സിലോൺ 0 e 4 r സ്ക്വയർ ആണ്. സോ ഇവിടെ 4 4 നമുക്ക് ക്യാൻസൽ ചെയ്യാം. ആൻഡ് ഇയുടെ എക്സ്പ്രഷൻ എങ്ങനെ കിട്ടും? ഇ ഈസ് ഈക്വൽ ടു, ഈ ടേംസ് ഒക്കെ നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുവരാം. സോ നമുക്ക് എന്ത് കിട്ടും? വിച്ച് ഈസ് ഈക്വൽ ടു, ഇവിടെ നമുക്ക് 2a ക്യൂബ് റോ നോട്ട്, ഓക്കെ, ഡിവൈഡഡ് ബൈ എപ്സിലോൺ നോട്ടും r സ്ക്വയറും നമുക്ക് താഴേക്ക് വരും. ഇവിടെ 15 ഉണ്ട്. സോ 15 എപ്സിലോൺ നോട്ട് r സ്ക്വയർ. ഓക്കെ, അതുപോലെ തന്നെ ഇതിനൊരു ഡയറക്ഷൻ ഉണ്ടാവും, അതാണ് AR എന്ന് പറയുന്നത്. സോ ദിസ് ഈസ് ദ സെക്കൻഡ് എക്സ്പ്രഷൻ. ഔട്ട്സൈഡ് ദ സ്പിയർ ആണെങ്കിൽ നമുക്ക് ഇയുടെ വാല്യൂ എന്ന് പറയുന്നത് ഇങ്ങനെയായിരിക്കും കിട്ടുക. അതുപോലെ ഇൻസൈഡ് ദ സ്പിയർ ആണെങ്കിൽ നമുക്ക് ഇയുടെ വാല്യൂ ഇങ്ങനെയായിരിക്കും കിട്ടുക. ഇതിനൊക്കെ നമുക്ക് ഡയറക്ഷൻ ഉണ്ടാവും. സോ AR ഡയറക്ഷനാണ് വരിക. അതുപോലെ ഇവിടെയും AR ഡയറക്ഷൻ ഉണ്ടാവും. ഓക്കെ, സോ ഇങ്ങനെയാണ് നമ്മൾ ഈ ഒരു പെർട്ടിക്കുലർ പ്രോബ്ലം സോൾവ് ചെയ്യുന്നത്. സോ ഇതിലെന്തെങ്കിലും ഡൗട്ട്സോ കറക്ഷൻസോ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് ദി വീഡിയോ. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ.